ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൽ4 ലിറ്ററേച്ചർ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നെല്ലി വോങ് എന്ന് പറയുന്ന പോയറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന പോം ഇൻട്രൊഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. താങ്ക് യു. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, I know now that once I longed to be white. How, you ask? Let me tell you the ways. When I was growing up, people told me I was dark, and I believed my own darkness in the mirror, in my soul, my own narrow vision. When I was growing up, my sisters with fair skin prized for their beauty, and I fell further crushed between high walls. സോ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് പോയറ്റ് നമ്മളോട് പറയുകയാണ്, ഐ ലോങ്ഡ് ടു ബി വൈറ്റ്. വൺസ് ഐ ലോങ്ഡ് ടു ബി വൈറ്റ്, യു മേ ആസ്ക് ഹൗ യു ലോങ്ഡ് ടു ബി വൈറ്റ്. ലെറ്റ് മീ ടെൽ യു ദ വേസ് എന്ന് പറഞ്ഞിട്ട് പോയറ്റ് നമ്മളോട് പറയുകയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ആ ഒരു യങ് ഏജ് മുതൽ ഈ ഒരു അഡോളസെൻ്റ് ഏജ് വരെ ഞാൻ സഫർ ചെയ്തിട്ടുള്ള ആ ഒരു ക്രൈസിസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ പോയിട്ട് കവിത തുടങ്ങുന്നത്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, പീപ്പിൾ ടോൾഡ് മീ ഐ വാസ് ഡാർക്ക് ആൻഡ് ഐ ബിലീവ്ഡ് മൈ ഓൺ ഡാർക്ക്നെസ് ഇൻ ദ മിറർ, ഇൻ മൈ സോൾ, മൈ ഓൺ നാരോ വിഷൻ. പീപ്പിൾ ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ഡാർക്ക് ആൻഡ് ഐ ബിലീവ്ഡ് യെസ് ഐ ആം ഡാർക്ക്. എപ്പോഴൊക്കെയാണ് കണ്ണാടി നോക്കുന്നത്, ആ കണ്ണാടിയിലൊക്കെ എന്താണ് ആ ഒരു കറുത്തിരണ്ട രൂപം മാത്രം അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ എൻ്റെ സോൾ, എൻ്റെ ആത്മാവിലും എന്താണ് ആ ഒരു കറുപ്പ് മാത്രം അങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ വാസ് നാരോ മൈൻഡഡ്, മറ്റൊന്നും ചിന്തിക്കാനുള്ള ആ ഒരു വൈഡ് മൈൻഡ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ആര്, നെല്ലി വോങ് എന്ന് പറയുന്നത്. അക്കാലത്ത് കേട്ടോ, കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഇനി നോക്കിയേ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, my sisters with fair skin prized for their beauty, and I fell further crushed between high walls. ഇനി ഈ കുട്ടിയുടെ സിസ്റ്റേഴ്സൊക്കെ നല്ല ഫെയർ സ്കിൻ ആയിട്ടുള്ള പെൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രൈസ് ചെയ്യും, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണ്, ഈ കുട്ടി മാത്രം ഇങ്ങനെ കറുത്ത ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ അവള് ആ ഒരു എന്താ പറയുക, നിറത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ തന്നെ അങ്ങനെ പ്രൈസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ആ ഒരു വിഷമത്തിൽ എന്താണ് ഒറ്റയ്ക്കിരുന്ന് കരയാണ് ചെയ്യാറുണ്ടായിരുന്നത്. When her sisters were praised for their beauty, this girl was crushed between the walls because she was dark. Okay. Now, when I was growing up, I read magazines and saw movies, blonde movie stars, white skin, senses lips, and to be elevated to become a woman, a desirable woman, I began to wear imaginary pale skin. ഇനി എന്താണ്, ഈ കുട്ടി നന്നായിട്ട് മാഗസിൻസ് ഒക്കെ വായിക്കുന്ന കുട്ടിയായിരുന്നു, അതോടൊപ്പം തന്നെ മൂവീസൊക്കെ കാണുന്ന കുട്ടിയായിരുന്നു. സോ അതിലൊക്കെ മാഗസിൻസിൻ്റെ കവർ പേജിലും അതുപോലെ തന്നെ മൂവീസിലൊക്കെ കാണുന്ന മൂവി സ്റ്റാർസൊക്കെ എങ്ങനെയായിരുന്നു, നല്ല വൈറ്റ് കളറുള്ള സെൻസസ് ലിപ്സൊക്കെ ഉള്ള സ്റ്റാർസ് ആയിരുന്നു. സോ ഈ കുട്ടിയുടെ ഇമേജ് എന്ന് പറയുമ്പോൾ, ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റ് ആയിട്ടുള്ള സെൻസസ് ലിപ്സ് ഒക്കെ ഉള്ള സ്ത്രീകൾ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ എന്നുള്ളൊരു ഇമേജ് ആയിരുന്നു ഈ കുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതുപോലെ അവരെ പോലെ ആവാനായിട്ട് ഐ ബിഗാൻ ടു വിയർ ഇമാജിനറി പെയിൽ സ്കിൻ. ഈ കുട്ടി എന്താണ് അതിനായിട്ടുള്ള അത്തരത്തിലുള്ള എങ്ങനെ വൈറ്റ് ആവാം എന്നുള്ള ആ ഒരു ചിന്താഗതി ഈ കുട്ടിക്ക് വരികയാണ്. അങ്ങനെ അവൾ ഇമാജിനറി പെയിൽ സ്കിൻ എന്ന് പറഞ്ഞാൽ അവളും അതുപോലെ തന്നെ ആയി മാറുന്നതൊക്കെ എന്താണ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാൻ തുടങ്ങുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കിയേ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, ഐ വാസ് പ്രൗഡ് ഓഫ് മൈ ഇംഗ്ലീഷ്, my grammar, my spelling, fitting into the group of smart children, smart Chinese children, fitting in, belonging, getting in line. ഇനി എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്രയും ഫ്ലുവൻ്റ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്, നെല്ലി വോങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളെക്കാളും മുൻപന്തിയിൽ നിൽക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, ഐ വാസ് പ്രൗഡ് ഓഫ് മൈ ഇംഗ്ലീഷ്, മൈ ഗ്രാമർ, മൈ സ്പെല്ലിംഗ്. അപ്പോൾ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് ഗ്രാമർ, സ്പെല്ലിംഗ് ഇതിലൊക്കെ എന്താണ് മുന്നിട്ട് നിന്നിരുന്നൊരു കുട്ടിയായിരുന്നു നെല്ലി വോങ്. മറ്റുള്ള എല്ലാ കുട്ടികളെക്കാളും ഇംഗ്ലീഷിൽ എന്താണ് ഇവൾക്ക് നന്നായിട്ട്
ശോഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്യൂട്ടി ഇച്ചിരി കുറവാണെങ്കിലും കളർ ഇച്ചിരി കുറവാണെങ്കിലും എന്താണ് ഇംഗ്ലീഷിൽ നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്ന ആർക്ക് നമ്മുടെ നെല്ലി വോങ് എന്ന് പറയുന്ന കുട്ടിക്ക്. When I was growing up and went to high school, I discovered the rich white girls, a few yellow girls, their imported cotton dresses, their Kashmiri sweaters, their curly hair, and I thought that I too should have what these lucky girls had. ഇനി ഹൈസ്കൂളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വൈറ്റ് ഗേൾസിനെ ഈ ഒരു കുട്ടി കാണാണ്. അതോടൊപ്പം തന്നെ ഇവളുടെ അതേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുറച്ച് ചൈനീസ് ഗേൾസ് ഉണ്ടായിരുന്നു. യെല്ലോ സ്കിന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് ചൈനീസ് ഗേൾസും ഉണ്ടായിരുന്നു. സോ ആ വൈറ്റ് ഗേൾസിനൊക്കെ എന്താണ് നല്ല കാശ്മീരി സ്വെറ്റേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ടൺ ഡ്രസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഹെയർ ഒക്കെ എങ്ങനെയായിരുന്നു, നല്ല കേളി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഹെയർ ഒക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. സോ അവരൊക്കെ കണ്ടപ്പോഴേക്ക് എന്താണ് ഐ തോട്ട് ദാറ്റ് ഐ ടു ഷുഡ് ഹാവ് വാട്ട് ദീസ് ലക്കി ഗേൾസ് ഹാഡ്. അപ്പോൾ ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ടപ്പോൾ ഈ കുട്ടി വിചാരിക്കുകയാണ് ദാറ്റ് ഗേൾസ് ആർ ലക്കി. സോ ബ്യൂട്ടിയാണ് ലക്ക് എന്നുള്ളത് ഈ കുട്ടി ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ഷീ ടു വാണ്ടഡ് ടു ബി ലൈക്ക് ദം. ഓക്കെ. When I was growing up, I hungered for American food, American styles, coded, white, and even to me, a child born of Chinese parents, being Chinese was feeling foreign, was limiting, was un-American. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റാൻസയിലാണ് ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പറയുന്നത് കേട്ടോ. ഐ ഹങ്കേർഡ് ഫോർ അമേരിക്കൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അമേരിക്കൻ സ്റ്റൈൽസ് കോഡഡ് വൈറ്റ് ആൻഡ് ഈവൻ ടു മീ എ ചൈൽഡ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ്. എ ചൈൽഡ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ് ബീയിങ് ചൈനീസ് വാസ് ഫീലിംഗ് ഫോറിൻ. അതായത് ഇവർ ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണല്ലേ. സോ അതുകൊണ്ട് തന്നെ അമേരിക്കൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ എന്താണ് ഇവർ ഉൾപ്പെടില്ല. ഏഷ്യൻ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇവർ ഉൾപ്പെടുക അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ അൺഅമേരിക്കൻ ആണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു അമേരിക്കൻ സ്റ്റൈൽസോ അല്ലെങ്കിൽ ആ ഒരു അമേരിക്കൻ കൾച്ചറോ ഒന്നും എന്താണ് ഇവർക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയില്ല അല്ലേ. So when she moved to high school, she met a lot of white girls who were Americans, and she longed for American food, American styles, but she cannot access them because she was born of Chinese parents and she felt herself as foreign and un-American. Okay. When I was growing up and a white man wanted to take me out, I thought I was special. An exotic gardenia, anxious to fit the stereotype of an oriental chick. So, when I was growing up and a white man wanted to take me out, അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കലേ ഒരു വൈറ്റ് മാൻ ഈ ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്നത്. സോ ആ ഒരു മൊമെന്റ് അവള് റിയലൈസ് ചെയ്യാണ്. ഐ തോട്ട് ഐ വാസ് സ്പെഷ്യൽ. ദർ വാസ് എ ലോട്ട് ഓഫ് വൈറ്റ് ഗേൾസ് ബട്ട് ദിസ് പെർട്ടിക്കുലർ മാൻ സെലക്റ്റഡ് മീ. വൈ? ബിക്കോസ് ഐ വാസ് സ്പെഷ്യൽ. സോ ആ ഒരു തോട്ട് ആ കുട്ടിക്ക് വന്ന ആ ഒരു മൊമെന്റിൽ ഷീ ഫെൽറ്റ് ആൻ എക്സോട്ടിക് ഗാർഡേനിയ. Gardenia means some kind of flowers used to shower in the occasion of wedding and something like that. Okay, so an extreme pleasure, that is mean by exotic gardenia. Okay, at that moment when a white man proposed to her and he wanted to take her out, she felt something special and she felt so happy at that moment because apart from a lot of white girls, that particular man selected this girl, so she felt special. Okay. And she also thinks that she is also a stereotype of an oriental chick. Oriental chick means a white woman. Okay. So, when this white man proposed to her, this girl felt something special in her mind because there's a lot of white girls, but this man selected this particular girl. At that moment, she felt happiness because she also became a stereotype of an oriental chick. When I was growing up, I felt ashamed of some yellow men. Their small bones, their frail bodies, their spitting on the streets,
they're cogging, they're lying in sunless rooms, ഷൂട്ടിങ് ദംസെൽവ്സ് ഇൻ ദ ആംസ്. ഇനിയിപ്പോൾ ഒരു വൈറ്റ് മാൻ വന്ന് ഇവൾ പ്രപ്പോസ് ചെയ്തല്ലോ അല്ലേ, അപ്പോൾ എന്താണ് ഇവളുടെ അതേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന യെല്ലോയിഷ് ആയിട്ടുള്ള പുരുഷന്മാരെയൊക്കെ എന്താണ് ഇവൾക്കിപ്പോൾ ഒരു വെറുപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ now she has become a stereotype of an oriental chick, so she hates these yellowish men because their bones are small and their bodies are frail and they are spitting on the streets and they are cogging and they are lying in sunless rooms. സോ എല്ലാത്തിലും ഇപ്പോൾ ഈ ഒരു യെല്ലോ മെൻ ഇവൾക്ക് എന്താണ് ഒരു ഹേറ്റ്രഡ് ആണ് അവരെ കാണുമ്പോഴേ ഇവൾക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു വൈറ്റ് മാൻ പ്രപ്പോസ് ചെയ്തതോട് കൂടെ എന്താണ് കുറച്ച് കോൺഫിഡൻസ് ഇവളുടെ മനസ്സിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ വൈറ്റ് മാൻ അല്ലാണ്ട് ഈ യെല്ലോ ആയിട്ടുള്ള പുരുഷന്മാരെ കാണുന്നതൊക്കെ എന്താണ് ഇവൾക്ക് ഭയങ്കര അറപ്പാണ്, വെറുപ്പാണ്. സോ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. When I was growing up, people would ask if I were Filipino, Polynesian, Portuguese. They named all colors except white, the shell of my soul, but not my rough dark skin. അപ്പോൾ നോക്കിയേ, ഈ കുട്ടിയോട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട്, നീ ഫിലിപ്പിനോ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്, പോളിനേഷ്യൻ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്, പോർച്ചുഗീസ് ആണോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് നീ ഒരു അമേരിക്കനാണോ, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഈ കുട്ടിയുടെ ആ ഒരു ഐഡന്റിറ്റി ചോദിക്കുന്നവരായിട്ട് ആരും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവൾ അത്രയും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. When I was growing up, I felt dirty. I thought that God made white people clean and no matter how much I bathed, I could not change, I could not shed my skin in the grey water. ഇനി പറയുന്നത് എന്താ നോക്കിയേ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ ഫെൽറ്റ് ഡേർട്ടി. എനിക്കെന്താണ് എന്നെ തന്നെ ഒരു ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യാണ്. കാരണം ഗോഡ് എന്ന് പറയുന്ന ദൈവം വൈറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം ക്ലീൻ ആയിട്ട് സൃഷ്ടിച്ചു, ബാക്കിയുള്ള യെല്ലോയിഷ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് ഡേർട്ടി ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സോ ഞാൻ എത്ര കുളിച്ചിട്ടും എത്ര ബാത്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് എൻ്റെ ഈ ഒരു ഡാർക്ക് സ്കിൻ എന്താണ് പൊഴിച്ച് കളയാനായിട്ട് പറ്റില്ല എന്ന് ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. So, when she felt an identity crisis in the society, she thought that God made white people clean and other colored people as dirty, and she thinks that she cannot shed her dark skin even though she baths every day. Okay. When I was growing up, I would run away to purple mountains, houses by the sea with nothing over my head, with space to breathe, uncongested with yellow people, in an area called Chinatown, in an area I later learned was a ghetto, one of many hearts of Asian America. സോ ഒരുപാട് കാലം ഇങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസും ഇനീക്വാളിറ്റിയും ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവളിടയ്ക്ക് ചിന്തിക്കാറുണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്. പർപ്പിൾ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പേർപ്പിൾ എന്നുള്ള കളർ തന്നെ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോസ്പെരിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു കളറാണ് പേർപ്പിൾ എന്നുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഓടിപ്പോയാലോ എന്ന് വരെ ഇവള് ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഇവള് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ചൈന ടൗൺ എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തെ ഒരു സിറ്റിയിൽ ചൈനയിലുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ചൈന ടൗൺ എന്നുള്ളത്. അതുപോലെ തന്നെ ഗെട്ടോ എന്ന് പറഞ്ഞാലും ഒരു സ്ലം ഏരിയയാണ്. അവിടെ ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഗെട്ടോ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ചൈന ടൗൺ അല്ലെങ്കിൽ ഒരു ഗെട്ടോയിലാണ് അവൾ ഇത്രയും കാലം താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് മനസ്സമാധാനത്തോടൊന്ന് ബ്രീത്ത് ചെയ്യാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നിവള് ഇടയ്ക്ക് ചിന്തിച്ചു പോവാറുണ്ടായിരുന്നു. ഇനി നോക്കിയേ, ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്, ഹൗ മെനി മോർ വേയ്സ് യു ആസ്ക്, haven't I told you enough? ഇതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യനോട് കൂടെയാണ് ഈ പോം അവസാനിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പോയിട്ട് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് haven't I told you enough എന്ന് ചോദിക്കുന്നതിലൂടെ, അതായത് ത്രൂ ദിസ് ക്വസ്റ്റ്യൻ ഷി ഫൈനലി ആക്സെപ്റ്റ്സ് ഹെർ ഓൺ ഐഡന്റിറ്റി ആസ് എ ചൈനീസ് അമേരിക്കൻ ആൻഡ് ഫൈൻഡ്സ് ഹെർ ഓൺ പ്ലേസ് ഇൻ ദ വേൾഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതോടുകൂടെ അവൾ എന്താണ് അവളുടെ ആ ഒരു ഐഡന്റിറ്റി
ഫൈനലി റിയലൈസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ അവൾക്ക് സൊസൈറ്റിയിൽ ഒരു പ്ലേസ് ഉണ്ട് എന്ന് അവള് മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനോട് കൂടെയാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. സോ ഇത്രയും ഈ ഒരു സ്റ്റാൻസയിലൂടെ നമ്മൾ അവളുടെ ചെറുപ്പകാലം മുതൽ അഡോളസൻസ് വരെയുള്ള ഒരു പീരീഡിൽ അവൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അവസാനം ഫൈനൽ സ്റ്റാൻസയിൽ എന്താണ്, അവള് ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവളുടെ ആ ഒരു പ്ലേസ് സൊസൈറ്റിയിൽ കണ്ടെത്തുന്നുണ്ട്. സോ ചുരുക്കത്തിൽ നമുക്ക് ഈ ഒരു പോയത്തിന് ഇങ്ങനെ ഒരു നട്ട് ഷെല്ലായിട്ട് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. When I Was Growing Up is a poem by the famous Chinese-American writer Nellie Wong, who is best known for her themes of feminism and identity. This poem is autobiographical and at the same time it represents the plight of all women immigrants in America. It talks about the writer's past and her journey from childhood to adolescence. With each passing stanza, there is a progression of time, attitude, and outlook. The poem opens with the thoughts of a young girl who wishes to disown her identity and culture and tries to fit into the dominant white majority. She talks about the discrimination that she faced because of her appearance and color and expresses her desire to be like the fair American woman. The discrimination was so evident that she started believing in her own darkness and began wearing imaginary pale skin. She says that in spite of having a good command over the American language and American lifestyle, she was still un-American. She recollects the memory of being selected by a white man with happiness. She says that it made her feel special and precious. She started believing that she represents the Eastern beauty. She compares her own people, that is Chinese men in particular, and men from the East in general, to the white men, and feels that the former is inferior to the latter in all aspects. She says that she is ashamed of her people for their uncultured habits, and then moves on to talk about the insensitivity of people who take her identity for granted. They call her Portuguese, Polynesian, and Philippines without the slightest concern for her feelings. All these lead to a major shift in the poet's attitude and tone. She understands that how hard she may try, she is always the other for the whites. She accepts her ethnic identity and breaks the American stereotype of beauty. She yearns to run to her homeland where she can breathe freely and be her own self. സോ ഇത്രയാണ് നമ്മുടെ പോം. ഒരു ഇമിഗ്രന്റ് വുമൻ ഫേസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വളരെ വ്യക്തമായിട്ട് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോം നന്നായിട്ട് വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വായിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.